മനുഷ്യജീവിതം അങ്ങനെ സീതേച്ചി, കുറച്ച് അഭിനയമൊക്കെ ഉണ്ടാവും. എവിടെയെങ്കിലുമൊക്കെ സീതേച്ചി അഭിനയിക്കുന്നില്ല എന്ന് ആര് കണ്ടു? കളി എന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഹേമേ, ഞാനടി സീത. ഇവിടെ അമ്പലത്തിൽ വന്നതാ. ഇല്ല, ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല. ഒരു ബോംബിന്റെ പുറത്ത് ജീവിക്കുന്ന പോലെയാ ഞാനിപ്പോ. ഏത് നിമിഷവും എല്ലാം പൊട്ടിത്തകരുന്നെന്നറിയില്ല. രവിയെ മാത്രമല്ല ദുബായിലേക്ക് വിട്ടാലൊന്നും ഞാൻ ആലോചിക്കുന്നത്. ഒപ്പം തന്നെ മകളെ കൂടെ അയക്കുന്നുണ്ട്. അവളെയോ? അവളെ എന്തിനാ വിടുന്നത്? വിടാതെ പിന്നെ അവളിവിടെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റുമോ? ഓ, രവി അടുത്തുള്ളപ്പോ തന്നെ അവള് കാണിക്കുന്ന കള്ളത്തരങ്ങൾ അറിയാമല്ലോ. അപ്പൊ പിന്നെ രവി നാട്ടിലില്ലെങ്കിലോ? അതിന് നിങ്ങൾ പറഞ്ഞാൽ അവൾ അനുസരിക്കോ? കുട്ടിമണി എന്റെ കൂടെ വരുന്നത് കേട്ടപ്പോ സീതേച്ചി എന്തിനാ ഞെട്ടുന്നേ? അയ്യോ, ഞാൻ ഞെട്ടിയതൊന്നും അല്ല. കുട്ടിമണി എന്തിനാ വരുന്നേന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. കുട്ടിമണിയും മനസ്സിനെയും ഞാൻ വിരുന്നിന് വിളിച്ചോണ്ട് പോവുക. വിരുന്നോ? അല്ല, കുട്ടിമണി ഇതുവരെ വീട് മാറി നിന്നിട്ടില്ലല്ലോ. വേറെ എവിടെയെങ്കിലും പോയി നിന്നാല്? അതിനെന്താ, വേറെ ആരുടെയും വീട്ടിലേക്കൊന്നും അല്ലല്ലോ, എന്റെ വീട്ടിലേക്കല്ലേ. ഞാനുണ്ടല്ലോ കൂടെ. രവിയേട്ടാ, ഈ യാത്രയ്ക്ക് പിന്നില് എനിക്ക് വേറൊരു ലക്ഷ്യം കൂടി ഉണ്ട് കേട്ടോ. നിന്റെ വീട്ടിലേക്ക് പോകുന്നതിന് പിന്നില് നിനക്ക് വേറെ ലക്ഷ്യങ്ങളോ? എന്താ അത്? എന്റെ രവിയേട്ടൻ മിടുക്കനാണെന്ന് എന്റെ അച്ഛൻ പറയണം. എന്താ സീതടത്തി, എന്നോടെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. പറയാനുണ്ട്. പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ കേൾക്കാൻ റെഡിയാ. കുട്ടിമണി ഒരു പാവ. അതിന് പാവത്തെ ഞാൻ പള്ളി കൊടുത്ത് ചേർക്കണോ? നീ പരിഹസിക്കാനോ ചിരിക്കാനോ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. ഓക്കെ, ഞാൻ വളരെ സീരിയസ് ആയി. ഇനി സീതടത്തി പറ. നീ കുട്ടിമണിയെ ദ്രോഹിക്കരുത്, ഒപ്പം കൊണ്ടുപോയി ഉപദ്രവിക്കുകയും ചെയ്യരുത്. ഈ ലോകത്തിന്റെ കള്ളത്തരങ്ങളൊന്നും ആ പാവത്തിന് അറിയില്ല. അവളുടെ കണ്ണുനീര് വീണ നിന്നെ നിപ്പി നീ ദഹിച്ചു പോകും. സീതടത്തി ഭയപ്പെടുത്തുകയാണോ? നിങ്ങളോട് ഞാൻ ഇത്രയും നാൾ മര്യാദയ്ക്ക് സംസാരിച്ചു. ഈ വിഷയത്തിൽ ഇനി ഇങ്ങനൊരു സംസാരം നമുക്കിടയിൽ ഉണ്ടാവില്ല. കുട്ടിമണി എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. നിങ്ങൾക്ക് രക്ഷിക്കാമെങ്കിൽ രക്ഷിക്കും. ആരോട് ചോദിച്ചിട്ടാ? എന്ത് ധൈര്യത്തിലാ നീ അവനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ തീരുമാനിച്ചത്? നിങ്ങൾ എന്തിനാ എന്നോട് ചാടിക്കടിക്കാൻ നിൽക്കുന്നേ? എല്ലാ തീരുമാനങ്ങളും നിങ്ങൾ അച്ഛനും മോളും മാത്രം അറിഞ്ഞാണല്ലോ. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അവന്റെ മുഖമാണ്. അവൻ എന്റെ മുന്നിൽ വന്ന് വിരുന്നുകാരനായി ഞെളിഞ്ഞു നിൽക്കാന്ന് വെച്ചാൽ സഹിക്കുക, അല്ലാതിപ്പോ എന്നാ ചെയ്യാൻ പറ്റും? ഒന്നല്ലേ ഉള്ളൂന്ന് കരുതി ഒരുപാട് ഓമനിച്ചു. പണ്ടുള്ളവര് പറയും പോലെ ഒലക്കൊക്കെ അടിച്ചു വളർത്തണമായിരുന്നു. ഒലക്കൊക്കെ അടിക്കേണ്ടത് നിന്നെ. നീയും കൂടെ ചെറുതുള്ള കളിയാണോ ഇതെന്ന് എനിക്ക് സംശയമുണ്ട്. വെറുതെ എന്റെ വായിലിരിക്കുന്നൊന്നും കേൾക്കണ്ട, കേട്ടല്ലോ? പണ്ട് കാലം തൊട്ടേ ഒളിപ്പിക്കാനും മറയ്ക്കാനും ഒക്കെ ഉള്ളത് നിങ്ങൾക്കാ. ഞാൻ എന്തു മറച്ചെന്നാ നീ പറയുന്നേ? ചാക്കിൽ കെട്ടിയതും പുഴയിൽ പൊങ്ങിയതും ഒന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് നിങ്ങൾ. വെറുതെ ഒച്ച വെച്ച് കൂവണ്ട. അടഞ്ഞിരിക്കുന്നതൊക്കെ അടഞ്ഞു തന്നെ ഇരുന്നോട്ടെ. വെറുതെ കുത്തി തുറന്ന് നാറാൻ നിൽക്കണ്ട. അല്ല, മനസ്സിന് ഇവിടെ വരുന്നതിന് നിങ്ങൾ ഇങ്ങനെ ഞെരുവിരി കൊള്ളേണ്ട കാര്യമില്ല. അവൻ ഇവിടെ വരുന്നത് നിങ്ങളുടെ മകളുടെ ഭർത്താവായിട്ടല്ല, ആ പെണ്ണിന്റെ ഭർത്താവായിട്ടാ. അവൻ വന്ന് 1-2 ദിവസം താമസിച്ചിട്ട് പോയിക്കോട്ടെ. എനിക്ക് അവന്റെ മുഖം കാണണ്ട. മുഖം കാണണ്ടെങ്കിൽ നിങ്ങൾ മുഖം മൂടിയിട്ട് നടക്ക്. അല്ല പിന്നെ നോക്കിക്കോ, അവന്റെ അവസാനം എന്റെ കൈ കൊണ്ടായിരിക്കും. നിങ്ങൾക്കറിയാവല്ലോ മതിയെ. വെറുതെ അവളുടെ ക്ഷമ അളക്കാൻ നിൽക്കണ്ട. അതായിരിക്കും നല്ലത്. അവര് വന്നിട്ട് പോവട്ടെ. എന്റെ കണ്ണുകളെ ഞാൻ നോക്കിയിരിക്കുക, അത് വേറെ കാര്യം. നിങ്ങളൊന്ന് ശാന്തമായിട്ട് ചിന്തിച്ചു നോക്ക്. നിങ്ങളല്ലേ മതിയുടെ ജീവിതം ഇങ്ങനെ ആക്കിയത്. ഇനിയിപ്പോ അവള് തീരുമാനിക്കട്ടെ. അത് മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നിലൊരു വഴി. എന്തായാലും അവനിങ്ങ് വരട്ടെ. കണ്ണിന് ചെറിയൊരു പരിക്ക് പറ്റിയെന്ന് വെച്ച്
നീ ഉറങ്ങുമ്പോ പോലും ഇത് വെച്ച് നടക്കേണ്ട കാര്യമില്ല ജലജ. മനുഷ്യ ശരീരമല്ലേ, എന്തെങ്കിലും പറ്റിയ ചതഞ്ഞെന്നോ കറുത്തെന്നോ ചുവന്നൊന്നോ ഒക്കെ ഇരിക്കും. നിങ്ങൾ എന്നെ മനുഷ്യ ശരീരത്തിന്റെ മഹാത്മ്യൊന്നും പഠിപ്പിക്കണ്ട കേട്ടോ. ആഹാ. അമ്മേ മോളെ, വരൂ രവി. അയ്യോ കൊച്ചിയുടെ എല്ലാ മുട്ടും വീടാ. ഓ സുന്ദരം വീട്, കാലൊക്കെ വീട്. അതെ, ഇവിടെ പശു ഉണ്ടോ? പശുവില്ല, ആനയുണ്ട്. ആ എനിക്കൊരു ആനവലായിരുന്നേ, മോതിരം കിട്ടാനാ. ഓ, അമ്മോ. അച്ഛനെന്താ മനസ്സിജനെ കുട്ടിമണിയെ വിളിക്കാഞ്ഞ്? അതിപ്പോ അങ്ങനെ പേരെടുത്ത് വിളിക്കേണ്ട കാര്യമുണ്ടോ മോളെ? ഇതുപോലത്തെ വീട്. അച്ഛനാ മനസ്സുജനും കുട്ടിമണിയും വരുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം. അമ്മയുടെ കണ്ണിന് എങ്ങനെയുണ്ട്? അയ്യോ ഇതെന്നാ പറ്റിയതാ? കുട്ടിമണി, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? നിങ്ങളിങ്ങനെ വന്ന കാലം നിൽക്കാതെ അകത്തേക്ക് വാ. ശരി. വാ, നമുക്കെല്ലാം കഴിക്കാം. ഭയങ്കര വാ വിശപ്പാ. മനസ്സിജ. ആ, വാ 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 എല്ലാരും വാ. കയറിയിരിക്കും മക്കളെ. ആ, വാ. ഇതെന്തുവാ? അച്ഛൻ എന്നെയും രവിയേട്ടനെയും ദുബായിലേക്ക് വിടാൻ എന്തോ പദ്ധതി ആലോചിച്ചെന്ന് ഞാൻ കേട്ടു. എന്റെ അച്ഛന്റെ മോളല്ലേ ഞാൻ. അച്ഛൻ മനസ്സിൽ കാണുമ്പോ ഞാനങ്ങ് മാനത്ത് കാണും. അച്ഛന്റെ ദുബായ് പരിപാടി എന്റെ അടുത്ത് നടക്കത്തില്ല കേട്ടോ. അങ്ങനെ പോയാൽ ഞാനും മനസ്സിജനും കൂടെ അങ്ങ് പോവും. അച്ഛന്റെ മരുമകനും ങ്ങളും ഇവിടെ നിൽക്കും. അമ്മേ, എന്താടി? ഞാനൊന്ന് കമ്പനി വരെ പോവാ. രവിയേട്ടനെ അവിടെ ആക്കിയിട്ട് തിരിച്ചു വരും. രവിയേട്ടൻ കമ്പനിയൊക്കെ ഒന്ന് കാണട്ടെ. രവിക്ക് സംശയമൊന്നും ഉണ്ടാവില്ല. എന്ത് സംശയം? ഞാൻ പറയുന്നതിനപ്പുറം ഒന്നുമില്ല രവിയേട്ടന്. അവളെ ആ കുട്ടിമണി ഇവിടെ ഇട്ട് പദം വരുത്തിയേക്കണം. അത് പിന്നെ നീ പറയണോടി മോളെ. എന്റെ കണ്ണു കളഞ്ഞവളല്ലേ അവള്. നോക്കിക്കോ, ഇവിടെ നിന്ന് വെള്ളത്തുണി പുതപ്പിച്ചേ വയലോരം വീട്ടിലേക്ക് എടുക്കൂ. പറയുന്നത് മാണിക്യമംഗലം ജലജ. അതൊക്കെ എന്റെ പൊന്നമ്മയുടെ ഇഷ്ടം. പൊട്ടിത്തെറിക്കാൻ വല്ല സ്റ്റൗവോ പടർന്ന് കയറാൻ കുറച്ച് തീയോ ഒക്കെ കണ്ടുവച്ചോണം കേട്ടോ. നമുക്ക് പറഞ്ഞു നിൽക്കേണ്ടതാ. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. എന്നോട് ആരും ഒന്നും ചോദിക്കില്ല. ആ ചെല്ല, രവി കാത്തുനിന്ന് മുഷിയല്ല. കുട്ടിമണി. മനുഷ്യ എനിക്ക് പൂ പറിച്ചോ. അയ്യോ കുട്ടു, അതൊന്നും പറിക്കാൻ പറ്റത്തില്ല. ടിവിയിൽ പൂവിന്റെ പടം കാണിക്കുന്നതാ. എന്നാ ആ പടത്തിന് എനിക്ക് പറിച്ചെന്നാ മതി. മനുഷ്യ എനിക്ക് നല്ല നല്ല ഇഷ്ടമാണ്. വേണം മനുഷ്യ പറിച്ചതാ. പെണ്ണങ്ങ് മേളാങ്കിക്കാണല്ലോ. ഞാൻ മേലാങ്കിച്ചു അല്ല ടി വി കാണുവാ. ആഹാ, അങ്ങനെ ഇപ്പൊ കാണണ്ട. നീ അപ്പുറത്തെങ്ങനെ പോയിരുന്നേ? ചെല്ല. ഇവിടെ താടിയത്. കുട്ടു കുട്ടു, എന്റെ വീട്ടിലെ റിമോട്ട് എന്ത് ചെയ്യണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഇങ്ങോട്ട് താടി. എന്റെ കണ്ണ് കളഞ്ഞിട്ട് പോരാഞ്ഞ് എന്നോട് ഗുസ്തി പിടിക്കുന്നോടിയാ. കുട്ടു, ഞാൻ പറഞ്ഞതല്ലേ വഴക്കിനൊന്നും പോണ്ടെന്ന്. ഓങ്ങി ഓങ്ങി വെച്ചത് അവക്ക്. എന്റെ കണ്ണ് കളഞ്ഞതിന് വയലൂരും വീട്ടിൽ വന്ന് കൊടുക്കേണ്ടതായിരുന്നു അവക്ക്. പോട്ടേന്ന് വെച്ചു ഞാൻ. ഇപ്പതാ വന്ന് വന്ന് എന്റെ തലേ കയറിയിരിക്കുന്നു. എന്താ മനസ്സിന് വിഷമം വന്നോ ഭാര്യ തല്ലിയപ്പോ? നീ എന്ന് പറഞ്ഞ് ജീവൻ കളയാൻ നിൽക്ക എന്റെ മോള്.
അവളുടെ കണ്ണ് നനയാതിരിക്കാൻ വേണ്ടി മാത്രമാ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അപ്പ പിന്നെ ഞാൻ എന്തു പറഞ്ഞാലും ചെയ്താലും മനസ്സിജൻ എന്റെ കൂടെ നിൽക്കേണ്ടി വരും. എന്താ സീതേ? അല്ല, കുട്ടിമണി എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവുമെന്നാ. കഴിക്കാതെ പിന്നെ അവളെന്താ ചോറും കറിയൊന്നും കണ്ടിട്ടില്ലാത്ത വീട്ടിലേക്കാണോ പോയത്? പിന്നല്ലാതെ കലമോൾ അവിടെ തഞ്ചവും തരവും ഒക്കെ നോക്കി കൊടുത്തു കാണും. അവക്ക് ഇഷ്ടപ്പെട്ട കൂട്ടാനൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു. ഓ പിന്നെ 5 കറിയും പഞ്ചാരല്ലോ ചെന്ന് കയറുന്ന വീട്ടില് നീ ഒന്ന് ചുമ്മാ ഇത് ശാരദേ. എന്തായാലും കുട്ടിമണി നിറച്ച് കഴിച്ചാ മതിയായിരുന്നു. എനിക്കിത് കേൾക്കുമ്പോഴാ താനിപ്പോ ഒന്ന് മാണിക്യമംഗലം വരെ ചെന്ന് നോക്കണം. അപ്പൊ കാണാം കുട്ടിമണി അവരെ എങ്ങനെയാ നോക്കുന്നതെന്ന്. പിന്നല്ലാതെ എന്താ നിനക്കൊരു മൗനം? ഏയ് ഒന്നുമില്ല. എന്റെ ഭർത്താവ് എവിടെ? അത് ശരി, എന്റെ ഭർത്താവല്ലേ ഈ ഇരിക്കുന്നത്. നിന്റെ ഭാര്യ എവിടെ? എന്റെ ഭാര്യയല്ലേ ഈ ഇരിക്കുന്നേ. അത് കലക്കി. ആ, നീ ഇവിടെ ഇരിക്കേ, ഞാൻ ഇപ്പൊ വരാമേ. ആ ആ എന്തേ അമ്മേ? എന്നോട് റിമോട്ടിന് കിടന്ന് ബലം പിടിച്ചു. ഞാൻ മോന്തക്കിട്ടൊന്ന് കൊടുത്തു. അപ്പുറത്തെങ്ങാണ്ടിരുന്ന് മോങ്ങുന്നുണ്ട്. അതെന്തായാലും നന്നായി. അല്ല, എന്തിയാ രവി? ആ, ഓഫീസിൽ നിപ്പുണ്ട്. പൊട്ടൻ ആട്ടം കാണും പോലെ നിക്കുക. ഒന്നും അറിയത്തില്ല അമ്മേ. അതെന്തായാലും നന്നായി. നിനക്കിവിടെ സ്വസ്ഥമായിട്ട് നിൽക്കാലോ. അമ്മ ചോറെടുക്ക്. ഇന്നാ ശരിക്കും എന്റെ വിരുന്ന്. ഞാനും മനസ്സജനും ഒന്നിച്ചിരുന്ന് കഴിക്കണം. അതൊക്കെ എപ്പോഴേ റെഡി. നീ മനസ്സജനെ വിളിച്ചോ. ആ, വാ ഊണ് കഴിക്കാം. കുട്ടിമണി? ഓ, അവള് കഴിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ തൊണ്ടയും താഴോട്ട് ഇറങ്ങത്തുള്ളൂ. അതല്ല. എന്താ വാ. ഇരിക്കും മോനെ. എന്റെ അമ്മോ, ഷോ, ഒന്ന് മാറിക്കേ. ഓ, എനിക്കും കൂടെ ചോറായോ? ആഹാ, കൊള്ളാലോ. ഇറങ്ങടിക്കോട്ടെ. എനിക്ക് വിശക്കുന്നു, എനിക്ക് ചോറ് വേണം. അയ്യടാ, നിന്റെ വിശപ്പ് മേശപ്പുറത്തെത്തി ഊട്ടാൻ പോവല്ലേ? എനിക്ക് വിശക്കുന്നു, ചോറ് വേണം പറ. എന്റെ അമ്മ അതിനപ്പുറത്തങ്ങനെ കൊണ്ടുപോയി ഇരുത്തി കൊടുക്ക്. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട്. എണീക്ക്. അതവിടെ വെക്ക്. നിനക്ക് ചോറ് വേണോ? ചോറ് വേണോ? വാ, എന്നാ എന്റെ കൂടെ വാ. വാ, എനിക്ക് ഇവിടെ ഇരുന്നാ മതി. ഇവിടെ ഇരുന്ന ഒരു കുന്തോ ഞാൻ തരാൻ പോകുന്നില്ല. എന്റെ കൂടെ വന്ന ചോറും കറിയും ഒക്കെ തരാം. എങ്ങനെ വരാം? എനിക്ക് നിറച്ച് തരണേ. വയറ് നിറച്ച് തന്നേക്കാം. വാ, ഇങ്ങോട്ട് വാ. വാ, ഇതെല്ലാം ആടെ കിട്ടുമോ? വരാൻ. ഇങ്ങോട്ട് വാ. നടക്ക്, അങ്ങോട്ട് നടക്ക്. നടക്കാൻ. ഇങ്ങോട്ട് വരാൻ. വാ, വാ. നീയേ, നീ ഇവിടെ ഇരിക്ക്. ചോറ് തരാം. ഇവിടെ ഇരിക്ക്. എനിക്ക് ചോറ് തന്നെ. നീ എന്താ ബഗന്റെ ജന്മമാണോ? നിന്റെ വയറ്റിൽ എന്താ കോഴിയും കുഞ്ഞുങ്ങളും ഉണ്ടോ? കുറച്ചു മുമ്പല്ല 5-8 ദോശ തിന്നത്. എന്നാലും എനിക്ക് വിശപ്പാ. ആ, തരാം. നീ ഒന്ന് കീറാതെ ഇവിടെ ഇരിക്കേ. എന്താ? എനിക്ക് ഇത്ര വലിയ മീൻ തരണേ. നീ മാത്രമാക്കണ്ട. ഇറച്ചിയും മുട്ടയും എല്ലാം കൂടി ആയാലോ? പെട്ടെന്ന് കൊണ്ടുവരണേ. ഇത്രയും വലിയ 2 മിനിറ്റ് കടിച്ചു വെക്കും. എന്തേമ്മ അവള്? അയ്യോ, പുറത്തിരിക്കുന്നു. വിശന്നിട്ട് ചാവാൻ പോകുന്നെന്ന് പറഞ്ഞു. എന്താ വേണ്ടെന്ന് വെച്ചാൽ എടുത്ത് കൊടുക്ക്. ഇങ്ങോട്ട് വരാതെ നോക്കണം. ശരി, കഴിക്ക. എനിക്കിപ്പോ ചോറ് കിട്ടുമല്ലോ, മീൻ കിട്ടുമല്ലോ, കൂട്ടാനും കിട്ടുമല്ലോ. ഞാനിപ്പോ തിന്നു തീർക്കല്ലോ. കുട്ടിമണിക്ക് ചോറ് കിട്ടിയിട്ടുണ്ടനക്കാടൻ. കുട്ടിമണിക്ക് മീൻ കിട്ടിയിട്ടുണ്ടനക്കാടൻ. കുട്ടിമണിക്ക് കൂട്ടാൻ കിട്ടിയിട്ടുണ്ടനക്കാടൻ. ഓ, എനിക്ക് വിശന്നിട്ട് വയ്യ. എന്റെ അമ്മ കൊണ്ടാ കൊണ്ടാ. കഴിക്ക. ഇനി വൈകിട്ടേ ഉള്ളു വല്ലതും. കഴിച്ചോ.
തരുമല്ലേ മീന? ദാ. അല്ലേ? പിന്നെ അയാൾ പോയിട്ട് വേറൊന്ന് വാങ്ങിച്ചോളൂ. അമ്മേ, ആ ദേ മാണിക്യമംഗലത്തുനിന്നാ. മതിക്കില്ലേ അമ്മേ? ഓ ഹലോ മോളെ, സുഖല്ലേ നിനക്ക്? കലമോളാണോ? കലമോള, ഒന്നിങ്ങോട്ട് കലമോള. തന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ. കുട്ടിമണി എന്തേ? ഒന്നിങ്ങോട്ട് താ. കലമോളെ, നിങ്ങൾ എന്നാ ഇങ്ങോട്ട് വരുന്നത്? നിങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഈ വീട് ഉറങ്ങിപ്പോയത് പോലെയാ. ഞങ്ങൾ അടുത്ത ദിവസം തന്നെ വരും അപ്പച്ചിയമ്മേ. അല്ല, ആ പെണ്ണെന്തിയേ? അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഏയ്, ഒരു കുഴപ്പമില്ല. അവിടത്തെ കാലം നല്ല മിടുമിടുക്കിയായിട്ടാ ഇവിടെ ഇരിക്കുന്നത്. മോളുടെ അമ്മയായിട്ട് അവള് വഴക്കൊന്നുമില്ലല്ലോ. ആ പാവത്തിന്റെ കണ്ണടിച്ച് പൊട്ടിച്ചവളാ അവള്, അതുകൊണ്ട് ചോദിച്ചതാ. അതൊന്നും സാരമില്ല അപ്പച്ചിയമ്മേ. അമ്മ അതൊന്നും മനസ്സിൽ വെക്കാറില്ല. കുട്ടിമണി എന്ന് വെച്ചാ അമ്മയ്ക്കിപ്പോ ജീവനാ. ആണോ? ഓ, എന്തായാലും നിങ്ങൾ പെട്ടെന്ന് ഇങ്ങ് വാ. കാണാഞ്ഞിട്ട് എന്റെ കണ്ണ് കഴിക്കുന്നു. ശരി അപ്പച്ചിയമ്മേ. ശരി മോളെ. അല്ല, ഞാൻ ഇപ്പോഴും ഒരു കാര്യം ഓർത്തത്. നാളെയല്ലേ മറ്റേ ബിസിനസ് മീറ്റിന് പോകേണ്ടത്. ഒറ്റയ്ക്ക് പോവാതെ ഞാൻ മനസ്സിനെ കൂടെ അങ്ങ് കൂടെ കൂട്ടിയാലോ? എന്തിന്? അല്ല, മനസ്സിന് എന്തറിയാം ബിസിനസിനെ പറ്റിയും മീറ്റിങ്ങിനെ പറ്റിയൊക്കെ? എന്നാലും ഒരു കൂട്ടിന്. എന്ത് കൂട്ട്? രവിയേട്ടന്റെ കുഴപ്പം ഇതാ, ഓരോരുത്തരെയും അവരവരുടെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച് നിർത്തണം. അല്ല, ഞാനൊരു വഴക്കുണ്ടാക്കാൻ വേണ്ടി പറയുന്നൊന്നും അല്ല. മനസ്സിനെ നമുക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ല. പക്ഷേ ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോ രവിയേട്ടൻ ഒറ്റയ്ക്ക് മതി. അല്ലെങ്കിൽ കാണുന്നവര് കരുതും രവിയേട്ടൻ എപ്പോഴും ആരുടെയെങ്കിലും ഒക്കെ സപ്പോർട്ട് വേണമെന്ന്. അച്ഛൻ തന്നെ എന്ത് കരുതും? ആ, അതും ശരിയാ. അപ്പൊ ഞാൻ തന്നെ അങ്ങ് പോവാല്ലേ? മനസ്സിന് ഇവിടെ നിൽക്കട്ടെ. പിന്നെ അല്ലാതെ, മനസ്സിനിപ്പോ വന്ന് ബിസിനസ് മാനേജ്മെന്റ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇവിടെ നിൽക്കട്ടെ മനസ്സിജൻ. എനിക്കോ അമ്മയ്ക്കോ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകണമെങ്കിൽ വണ്ടി ഓടിക്കാൻ ഒരാൾ വേണ്ടേ? ഓ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നീ എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? ആ നാശം പിടിച്ചതിനെ എവിടെ കൊണ്ട് കിടത്തും? ആരെ? കുട്ടിമണിയെ? അല്ലാതെ എന്റെ അമ്മയുടെ കാര്യമാണോ? അവളെ ഏതെങ്കിലും മുറി കിടത്താം. അല്ലേ അവൾ അവളുടെ ഭർത്താവിന്റെ കൂടെ കിടക്കട്ടെ. ഭർത്താവ്? ദേ അമ്മ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത് കേട്ടോ. എങ്കിൽ നീ പറ, അവളെ എവിടെ കിടത്തണോന്ന്. എന്റെ കണ്ണടിച്ച് പൊട്ടിച്ചത് അവള്. അവളെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ സ്റ്റോർ റൂം ഇല്ലേ, അതിനകത്ത് പിടിച്ചു കിടത്താം. എടി, അതിനകത്ത് മൊത്തം പാറ്റിയും പഴുതാരയോ? പാമ്പുണ്ടോ? ഉണ്ടെങ്കിൽ അത്രയും സന്തോഷം. എന്തായാലും നിറയെ ചിലന്തിയുള്ള മുറിയായിരിക്കണം. ചിലന്തി എന്ന് പറഞ്ഞ മരണഭയമാ പെണ്ണിന്. ആഹാ, അത് കൊള്ളാലോ. ആണെന്നേ, ഒരു ദിവസം 8 കാല് തലേ കയറിയെന്ന് പറഞ്ഞ് എന്തൊരു ബഹളമായിരുന്നു അവിടെ. ആ, എന്നാ പിന്നെ നമ്മുടെ സ്റ്റോർ റൂമിൽ തന്നെ പായ വിരിച്ചു കൊടുക്കും. രാത്രിയിലെങ്ങാനും രവി വരുവോടി? എവിടെ? ഞാൻ പറയുന്നതിന് 1 ഇഞ്ച് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അതാ രവിയേട്ട്. ആ, അങ്ങനെ വേണം. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവനെ നിന്റെ ഭർത്താവാക്കിയതേ അവന് നിന്നെ അനുസരിപ്പിക്കാനല്ല, നിനക്ക് അവനെ അനുസരിപ്പിക്കാനാ. എന്നാ പിന്നെ ഞാൻ ആ പെണ്ണിനെ അപ്പുറത്തുകൊണ്ടുപോയി കിടത്താം. ചെലന്തി എല്ലാം കൂടി അങ്ങ് തിന്നാ മതിയായിരുന്നു.
അയ്യോ എന്നെ ഇത് എവിടോട്ടാ കൊണ്ടുവന്നേ? നരകത്തിലേക്ക്. ഇങ്ങോട്ട് നടക്ക പെണ്ണേ. അയ്യോ എനിക്ക് നരകം പേടിയാ. അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടേ നരകത്തിൽ നമ്മൾ എണ്ണയിലിട്ട് വറക്കുന്നു. അത് തന്നെയാ ചെയ്യേണ്ടത്. ഓ, നിനക്ക് കിടക്കാനുള്ള മുറി കാണിക്കാനാ. ഞാൻ മനസ്സിന്റെ കൂടെ കിടന്നോളാം. അത്തരം പുന്നാരിക്കലൊന്നും ഇവിടെ പറ്റൂല. ഇവിടെ നീ ഒരിടത്ത് കിടക്കും, മനസ്സിന്റെ വേറൊരിടത്ത് കിടക്കും. അതെന്താ അങ്ങനെ? അതിപ്പോ അങ്ങനെയാ. വാ ഇങ്ങോട്ട്. വാ. ഇതാണ് നിന്റെ മുറി. ഈ മുറി പേടിയാ. മിണ്ടാതെ മര്യാദയ്ക്ക് ഇവിടെ ചുരുണ്ടോണം, അല്ലെങ്കിൽ എന്റെ തനിനിറ നീ കാണും. 8 കാലി 10 കാലി ഒന്നുമില്ല. ഇവിടെ കിടന്നുറങ്ങാൻ നോക്ക്. പിന്നെ പേടി. നിന്നെ ഞാനൊരു കടുകിനകത്ത് എടുത്തു വെക്കാം, പേടി മാറാനായിട്ട്. മിണ്ടാതെ കിടന്നോണോ അവിടെ, അല്ലെങ്കിൽ നിന്നെ ഞാൻ തല്ലിക്കൊല്ലും. പറഞ്ഞേക്കാം. ഓ അങ്ങോട്ട്. ഇതൊക്കെയാ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുള്ളത്. നിന്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക, നിന്റെ കൂടെ നടക്കുക.